ശ്രീകൃഷ്ണന്റെ കയ്യിൽ ഓടക്കുഴൽ ഉണ്ടെങ്കിൽ വീട്ടിനകത്തുള്ള ഐശ്വര്യം കാറ്റുപോകുന്ന മാതിരി പോകുമെന്ന്. വേണുഗോപാലൻ എന്ന് നമ്മൾ പേരിടും, മുരളീധരൻ എന്ന് പേരിടും. പക്ഷെ ശ്രീകൃഷ്ണന്റെ കയ്യിലുള്ള ഓടക്കുഴൽ മാറ്റിക്കഴിഞ്ഞാൽ ശ്രീകൃഷ്ണന്റെ കൈ എങ്ങനെയായിരിക്കുക? ഒന്നുമില്ലാത്ത കൈ ഏതാണ്ട് ഇതേ മാതിരി ഇരിക്കും. എന്തൊരു അപസ്വര ദൃശ്യമാണ് അതിലുണ്ടാവുക അല്ലേ? അതും ആരോ പറഞ്ഞ് പടുത്തിയതാണ്. ലോകത്തിൽ ഒരു സ്ഥലത്തും ശ്രീകൃഷ്ണന്റെ കയ്യിൽ ഓടക്കുഴൽ വെക്കാതിരിക്കാറില്ല. കേരളത്തിൽ മാത്രം ഇങ്ങനെ ഒരു അന്ധവിശ്വാസം. ഇതേപോലൊരു വേറൊരു അന്ധവിശ്വാസമാണ് മഹാഭാരതം വീട്ടിൽ വെക്കരുത്. ഈ 1,25,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം വേദവ്യാസനോ വേദവ്യാസ കുലത്തിൽപ്പെട്ടവരോ എഴുതിയത് കാട്ടിൽ വെക്കാനാ അല്ല അമ്പലത്തിൽ വെക്കാനാണോ? അതുപോലെ തന്നെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഭാഷാഭാഷ്യം അതിനെ എഴുതിയത് വീട്ടിൽ വെക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ എവിടെയെല്ലാമോ അന്ധവിശ്വാസത്തിൻ്റെ പരമകാഷ്ഠയിലേക്ക് ചെന്ന് ചേരുകയാണ്. ഇതെല്ലാം മാറ്റി ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ മനസ്സിന് നന്മ വരുത്തുന്ന, കുടുംബത്തിന് നന്മ വരുത്തുന്ന, സമൂഹത്തിന് നന്മ വരുത്തുന്ന, നമ്മുടെ രാഷ്ട്രത്തിന് നന്മ വരുത്തുന്ന, നന്മ നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ സദാചാരങ്ങളും സദ്വിശ്വാസങ്ങളും സദ്സങ്കല്പങ്ങളും ഉണ്ടാവട്ടെ. ദുരാചാരങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നമ്മളിൽ നിന്ന് അകലട്ടെ. അതേപോലെ ജോസഫ് ഇടമറുകുമായിട്ട് ഒരിക്കൽ ഒരു സംവാദം ഉണ്ടായി ഇന്ത്യ വിഷനിൽ. അവിടെയും ഒരു ചോദ്യം വന്നു. ശബരിമലയിലെ മകരജ്യോതിസ് തട്ടിപ്പല്ലേ, മനുഷ്യനുണ്ടാക്കുന്നതല്ലേ എന്നൊരു ചോദ്യം. ഏഷ്യാനെറ്റിലെ കലാനാഥൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ഒരു ചർച്ചയിൽ എനിക്കും പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടായി. അന്ന് സദസ്സിലുള്ളവർ വിരൽ ചൂണ്ടിക്കൊണ്ട് എന്നോട് ചോദിക്കുകയുണ്ടായി, ഏതാണ്ട് ഞാനാണ് മകരജ്യോതിസ് കത്തിക്കുന്നതെന്നുള്ള രീതിയിൽ കുറ്റാരോപണത്തോടു കൂടി അവരെന്നോട് ചോദിച്ചത്, ഈ മകരജ്യോതിസ് തട്ടിപ്പല്ലേ എന്ന്. ഞാൻ കലാനാഥനോടും മുമ്പിലുണ്ടായിരുന്നവരോടും ഏഷ്യാനെറ്റിലെ ചർച്ചയിലും ഇന്ത്യ വിഷനിലെ ചർച്ചയിൽ ഇടമറുക് സാറിനോടും ചോദിക്കുകയുണ്ടായി, ആ ശബരിമലയിൽ വിഗ്രഹത്തിന് ആരത്തി നടത്തുന്ന, ദീപാരാധന നടത്തുന്ന കർപ്പൂരം മനുഷ്യനുണ്ടാക്കിയതാണ്, അത് കത്തിക്കുന്നത് മനുഷ്യനാണ്, വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ദീപാരാധന തട്ട് ഒഴിയുന്നത് മനുഷ്യനാണ്, ശബരിമലയിലെ വിഗ്രഹം ഉണ്ടാക്കിയത് മനുഷ്യനാണ്, ശബരിമലയിലെ ശ്രീകോവിൽ ഉണ്ടാക്കിയത് മനുഷ്യനാണ്, ശബരിമലയിലെ 18-ാം പടി ഉണ്ടാക്കിയത് മനുഷ്യനാണ്, ശബരിമല അമ്പലം ഉണ്ടാക്കിയത് മനുഷ്യനാണ്, ശബരിമല ക്ഷേത്രത്തിൽ നിവേദിക്കുന്ന പായസവും അരവണയും അപ്പവും ഉണ്ടാക്കുന്ന മനുഷ്യനാണ്, അവിടെ പൂജ നടത്തുന്നതും മനുഷ്യരാണ്, അവിടുത്തെ ഉദ്യോഗസ്ഥര് മനുഷ്യരാണ്. ഇതെല്ലാം മനുഷ്യർക്ക് ചെയ്യാമെങ്കിൽ ഒരു മകരജ്യോതി മനുഷ്യൻ കത്തിച്ചാൽ എന്താ കുഴപ്പം? മാത്രമല്ല, ഈശ്വരൻ എവിടെ നിന്നിറങ്ങി വന്നിട്ട് തീപ്പൊട്ടിക്കൊള്ളി ഒരച്ചിട്ടായി മകരജ്യോതിസ് ഉണ്ടാക്കാൻ പോകുന്നത്? ഏത് പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് മകരജ്യോതിസ് മനുഷ്യനുണ്ടാക്കുന്നതല്ല ദൈവം ഉണ്ടാക്കുന്നതാണെന്ന്? ഏത് പുരാണത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ഏത് തന്ത്രസംഗ്രഹത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? ഏത് പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഇല്ലാത്ത ഒന്നിന് ഉണ്ട് എന്ന് ധരിച്ച് നമ്മൾ ഭയപ്പെട്ട് മകരജ്യോതിസ് മനുഷ്യനാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതോ ഹിന്ദു ധർമ്മം ഇടിഞ്ഞു വീഴാൻ പോകുന്ന മാതിരി. ശബരിമലയിലെ മകരജ്യോതിസിനെ കുറിച്ച് ഇപ്പം ചർച്ചയില്ല, കാരണം അന്ന് ഇടമറുക് സാർ എന്നോട് പറയുകയുണ്ടായി, അപ്പോൾ മകരജ്യോതിസിനെ കുറിച്ച് അത്രയേ ഉള്ളോ, അതിൽ കൂടുതലുണ്ടെന്ന് ആരാ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തിനോട് തിരിച്ചു ചോദിക്കുകയുണ്ടായി.